വെൽക്കം ടു ഫുഡ് ടാഗ്. ഏത് മെഴുക്കുവരട്ടിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയണ മെഴുക്കുവരട്ടിയായിരിക്കും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അതെ, ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് എന്നാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കാണാൻ പോണേ. ചോറിനോടൊപ്പം മാത്രമല്ല, വെറൈറ്റി റൈസും കേർഡ് റൈസും അതുപോലെ ചപ്പാത്തിക്കും വെറുതെ കഴിക്കാൻ പോലും ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അത്രയ്ക്ക് സ്വാദാട്ടോ. എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണം. കൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4-5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം തോലോടുകൂടി തന്നെ 4ആയിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചെടുക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുഴഞ്ഞു പോണ പോലെ വേവിക്കരുത്. ചെറുതായിട്ടൊന്ന് സ്റ്റിഫായി നിൽക്കണ പോലെ, എന്നാൽ വേവും വേണം. ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ആറി കഴിയുമ്പോൾ കണ്ടോ, ചെറുതായിട്ട് സ്റ്റിഫായിട്ട് ഉണ്ടാവും. ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവാൻ. എന്നാൽ വേവും വേണം കേട്ടോ, വെന്തില്ലെങ്കിൽ നന്നായിരിക്കില്ല. അപ്പോൾ അതോ ഓരോന്ന് തോല് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര എടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ഇത് ചെറുതായിട്ട് മുരിഞ്ഞ് വരണ വരെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴട്ടിയെടുക്കണം. അപ്പോൾ മുളക് പൊടി പോരെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് വീണ്ടും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് തുറന്നിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ? കുറച്ച് ക്ഷമയോടുകൂടെ ഉരുളക്കിഴങ്ങ് അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ വരുള്ളൂ കേട്ടോ. ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം കൂടെ മിക്സാക്കിയ ശേഷം പിന്നെ അധികം നേരം പാനിൽ വെക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് വേവിച്ച് കഴിക്കണ പോലെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ പോലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറും നല്ല കട്ട തൈരും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട, അച്ചാറ് പോലും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ തന്നെയാണ് കഴിക്കണത്, വേറെ ഒന്നും എടുക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്